ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറി വെക്കുകയാണ്. ഞാൻ വരുമ്പോഴേക്കും ഏകദേശമൊക്കെ കണ്ടില്ലേ, മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും മുളകും പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വേവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ വേഗം വേവും എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിലോട്ട് ആഡ് ചെയ്തത്. എന്നിട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഈ ഒരു ചെമ്മീൻ കറി കൂട്ടണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഇപ്പോൾ ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ. ആ അരപ്പ് അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കറി വേണം കേട്ടോ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് 1.5 സ്പൂണ് ഉപ്പ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഇളക്കുക. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയോണ്ട് ഞാൻ പനിപ്പിച്ച് വെച്ച കുറച്ച് പാത്രങ്ങൾ 2-3 പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ അടുക്കളയിൽ കയറി എല്ലാ ലക്ഷണങ്ങളും ഞങ്ങളുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു കോരി വെച്ചു കേട്ടോ. അതിന് പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ അടുക്കള വൃത്തിയില്ലാണ്ട് ഇരിക്കൂലേ വിചാരിച്ചിട്ട് വേഗം വേഗം അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കുട്ടീനെ കൊണ്ട് എൻ്റെ അനിയൻ വന്നു. അവളെ 4 പല്ലും വെച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കറി ഏകദേശം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മെയിൻ താരത്ത് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാണ്. നല്ലോണം ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന് കുറച്ച് ചെമ്മീൻ ഞങ്ങൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ അടച്ചു വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളത് ഒരു ഫ്രിഡ്ജിൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് നോക്കണ്ട, ഇപ്പോൾ കാലിയാണ്. ഇനി കുറച്ച് ദിവസം അങ്ങനെ വീണ്ടും ഫുള്ളാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലിയാവലും ഫുള്ളാവലാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇപ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു കടല കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരത്തിന് ഈ കടലും ചായ ആയിരിക്കും കേട്ടോ. പിന്നെ ആ കറി ഏകദേശം ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ അടുത്തത് പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പപ്പടത്തിന് ഓയിലൊക്കെ ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുക്കാൻ കേട്ടോ. പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഏകദേശം കുക്കിംഗ് അന്നത്തെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ നമുക്കെടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ രാത്രി നോക്കിയാൽ മതി വേറെ പണികളൊക്കെ. അപ്പോൾ പപ്പടം ജസ്റ്റ് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ചാനൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ചോറും കറിയും പപ്പടമൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മയുടെ കറി നല്ല ടേസ്റ്റാണ്. അത് ചെമ്മീൻ അടിപൊളിയായിട്ട് വറുത്തരച്ച് കറിയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.